ബംഗ്ലാദേശ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച എഴുത്തുകാരി തസ്ലിമ നസ്രിൻ 17,000-ഓളം ഭാരതത്തിന്റെ സൈനികരാണ് ബംഗ്ലാദേശിന്റെ മോചനത്തിനായി ജീവത്യാഗം ചെയ്തത്. എന്നാൽ ബംഗ്ലാദേശിലെ നിലവിലെ സർക്കാർ ഭാരതത്തെ ശത്രുവായി കാണുന്നു. 30 ലക്ഷം ബംഗ്ലാദേശുകാരെ കൊല്ലുകയും 2 ലക്ഷം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്ത പാകിസ്ഥാനുമായാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സൗഹൃദം സ്ഥാപിച്ചതെന്നും തസ്ലിമ നസ്രിൻ തുറന്നടിച്ചു. ഐസൻ ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. ഐസൻ, സമൂഹ മാധ്യമക്കുറിപ്പാണോ ഈ തസ്ലിമ നസ്രിന്റേത്? വിശദാംശങ്ങൾ. തീർച്ചയായും സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പ് തന്നെയാണ് തസ്ലിമ നസ്രിന്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറെ വിവാദമായിരുന്ന അവരുടെ ഒരു നോവലുമായി ബന്ധപ്പെട്ട് അവർക്ക് രാഷ്ട്രീയ അഭയം തേടി ഭാരതത്തിലേക്ക് വരേണ്ടി വന്ന ഒരു ബംഗ്ലാദേശി എഴുത്തുകാരിയാണ് എന്ന വസ്തുത നമുക്കറിയാം. അവർ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളാണ് ഏറെ ഗൗരവമർഹിക്കുന്നത് എന്നതാണ് ഏറെ പ്രാധാന്യമുള്ള ഒരു വസ്തുത. നമുക്കറിയാവുന്നതാണ്, അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിന്റെ മോചനത്തിനായി 17,000-ഓളം സൈനികർ ജീവത്യാഗം ചെയ്യുകയും നിരവധി പേര് ജീവത്യാഗം ചെയ്യുകയും ലക്ഷക്കണക്കിന് പേരെ സംരക്ഷിക്കുകയും ചെയ്ത, അതായത് അഭയാർത്ഥികളെ സംരക്ഷിക്കുകയും ചെയ്ത ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. രാജ്യമാണ് ഭാരതം. ബംഗ്ലാദേശ് ആ രാജ്യവുമായുള്ള ബന്ധം തകർത്ത് ഏത് രാജ്യമാണോ അങ്ങനെ ഒരു രാജ്യത്തെ ബംഗ്ലാദേശിനെ സൃഷ്ടിക്കുന്നതിനെ പിന്തുണ നൽകിയത്, ആ രാജ്യവുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് നിരവധി പേരെ, തങ്ങളുടെ സ്ത്രീകളെ, 2 ലക്ഷത്തോളം ബംഗ്ലാദേശി വനിതകളെ കൂട്ടബലാത്സംഗം ചെയ്യുകയും അതുപോലെ തന്നെ നിരവധി പേരെ കൊന്നൊടുക്കുകയും ചെയ്ത പാകിസ്ഥാനുമായാണ് അവർ സൗഹൃദം സ്ഥാപിച്ചിരിക്കുന്നത്. ആ സൗഹൃദം സ്ഥാപിച്ചിരിക്കുന്ന വേളയിൽ ഇത്തരത്തിൽ ക്രൂരകൃത്യങ്ങൾ ചെയ്ത ആ സാഹചര്യത്തിൽ 1971 നടന്ന ക്രൂരകൃത്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു മാപ്പ് പറയാൻ പോലും പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അവരുമായി വീണ്ടും സൗഹൃദം സ്ഥാപിച്ചിരിക്കുന്നു എന്നതാണ് ഒരു വൈരുദ്ധ്യമായി തസ്ലിമ നസ്രിൻ തന്റെ സമൂഹ മാധ്യമ കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തീർച്ചയായും ബംഗ്ലാദേശ് സർക്കാരിനെ അതിരൂക്ഷമായി തന്നെയാണ് അവരുടെ ഓരോ വാക്കുകളിൽ നിന്നുമുള്ള വിമർശനം വായിച്ചെടുക്കാൻ സാധിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും ഇത്രയും ഗൗരവമേറിയ ഒരു വിഷയത്തിൽ അവരുടെ ഇടപെടൽ ഇതുവരെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത് സംബന്ധിച്ച ഒരു പരാമർശവും ഇതുവരെ ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടി ശക്തമായ ഒരു നിലപാട് അവർ അറിയിക്കുന്നത് ഇത് ആദ്യമായാണ് എന്ന പ്രത്യേകതയും ഈ കുറിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അനു.